ഏതൊരു വ്യക്തിക്ക് മുക്തനാകണോ, നമ്മുടെ ശ്രദ്ധ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിർത്തണം. ഒരു കാരണവശാലും വെളിയിൽ നിർത്താൻ പാടില്ല. പഞ്ചേന്ദ്രിയങ്ങളുടെ അതിൻ്റെ വിഷയങ്ങളിൽ നമ്മുടെ മനസ്സിനെ ഒരിക്കലും നിർത്തരുത്. കാരണം എല്ലാം സംഭവിക്കുന്നത് നമ്മുടെ ഉള്ളിലാണ്, ശരീരത്തിൻ്റെ ഉള്ളിലാണ്. നമ്മൾക്ക് ഇപ്പോൾ ഒരു ഭ്രമമുണ്ട്, ഈ ശരീരമാണ് ഞാൻ, ഈ ശരീരം എൻ്റേതാണ് എന്നുള്ളൊരു ഭ്രമമുണ്ട്. പക്ഷേ നമ്മൾ തുടർച്ചയായിട്ട് നമ്മുടെ മനസ്സ് നമ്മുടെ ശരീരത്തിൽ നിൽക്കുന്ന സമയത്ത് ഇതിൻ്റെ ആത്യന്തികമായിട്ടുള്ള സത്യം നമ്മൾക്ക് ബോധ്യമാകും. ഈ ശരീരം എങ്ങനെയാണ് നിർമ്മിതമായിരിക്കുന്നത്? ഈ ശരീരം പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിതമാണ്. നമ്മൾ ശരിയായിട്ട് നമ്മൾ ധ്യാനിക്കുകയാണെങ്കിൽ നമ്മൾ ഈ പഞ്ചഭൂതം വരെ ചെന്ന് എത്തുകയും ഈ പഞ്ചഭൂതങ്ങളും സ്ഥിരമല്ല, അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, അതേമാതിരി നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു, പ്രകമ്പന രൂപത്തിലാണെന്ന് നമ്മൾക്ക് മനസ്സിലാവും, തരംഗ രൂപത്തിലാണെന്ന് നമ്മൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൽ ഏതും സ്ഥിരമില്ല എന്ന് നമ്മൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ആത്മബോധം, അതായത് ഞാൻ എന്ന ഭാവം കുറേശ്ശെ ഇല്ലാതാകും. ഇത് 4 ഭൂതങ്ങളുടെ ഒരു സംഗ്രഹമാണ് ഈ ശരീരം എന്ന ബോധമുണ്ടാകും. അങ്ങനെ ആ വ്യക്തി മുക്തിയിലേക്ക് പോകും. ഇതിനെ പാലിയിൽ കായാനുപസ്സന എന്നാണ് പറയുന്നത്.